ഞാൻ പറഞ്ഞോളാം, ചേട്ടനോട് വാ. ആ മാത്രം പോരെ. പോരാ, സംഗതി ഏക്കുകയാണെങ്കിൽ അവനായി, അവന്റെ പാടായി. ചേട്ടാ പറയട്ടെ. ഈ സ്വീറ്റ് ബോയ് എന്ന് പറയുമോ? മധുര പലഹാരമൊക്കെ നമ്മള് സ്വീറ്റ് എന്ന് പറയും. പക്ഷേ സ്വീറ്റ് ബോയ് അതാ മനസ്സിലാവാത്തത്. ആരാ സ്വീറ്റ് ബോയ്? എവിടുന്ന് കിട്ടി? അങ്ങനെ ഒരാള് പറഞ്ഞു. അയാൾ വന്ന് ശിവരാമനോട് പറഞ്ഞു. എന്ന് വെച്ചാ വാത്സല്യം കൊണ്ട് ഇഷ്ടം കൊണ്ടൊക്കെ സ്വീറ്റ് ബോയ് എന്ന് പറയാം. അത്രയോ. ചേട്ടൻ എന്തറിയാം? ഒരു സുന്ദരിയായ പെൺകുട്ടി ഒരു സുന്ദരനായ ആൺകുട്ടിയെ പറ്റി വേറൊരാളോട് സ്വീറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം വെറും വാത്സല്യമൊന്നോ ഇഷ്ടമൊന്നോ ഒന്നും അല്ല. ഇത് പ്രേമം തന്നെ, സാക്ഷാൽ വെള്ളം ചേർക്കാത്ത പ്രേമം അല്ല ഏട്ടാ? എന്തോ എനിക്ക് ഈ പിള്ളേരുടെ ഭാഷയെ അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാവൂല. ആരെ പറ്റിയാ പറഞ്ഞത്? അതെ, നമ്മുടെ ആ പീതാംബരന്റെ ചേട്ടന്റെ മോളില്ലേ വിനോദിനി, വിനുവേ. ഇവിടുത്തെ കുഞ്ഞിനെ പറ്റി. എന്നെ പറ്റിയോ? നോ. യെസ് പറഞ്ഞ നേരാ. പക്ഷേ അത് നീ പറഞ്ഞാ അതാന്ന് എങ്ങനെ അറിയാം? ചേട്ടാ, ഇത് പ്രേമം തന്നെ. നോൺസെൻസ്. അവരെന്റെ സിസ്റ്ററിനെ പോലെയാ. എന്നാൽ അവരങ്ങനെ കരുതിയിട്ടില്ല. സത്യം പറയാമല്ലോ, രണ്ടുപേരും നല്ല ചേർച്ചയാ. അതിനെപ്പറ്റി ചേട്ടൻ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? അതിലെനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താ? എന്തൊക്കെയായാലും ചേർച്ച എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലല്ലോ. അതില്ല. കോയിത്തിരി കൊട്ടാരത്തിലെ രാമോർമ്മ തമ്പുരാന്റെ കല്യാണം ഓർമ്മയുണ്ടോ ചേട്ടനെ? ഉണ്ടോന്നോ? ആനയും അമ്പാരിയുമായിട്ടല്ലായിരുന്നു എഴുന്നള്ളത്. നിനക്ക് ഓർമ്മയില്ലേ? എനിക്ക് ചെറിയ ഓർമ്മയാണ്. മോസ്തുതിയാണെന്ന് പറയരുത്. അതിനുശേഷം ഇത്രയും ചേർച്ചയുള്ള രണ്ടുപേരെ സത്യം ആദ്യം കാണുക. ചേട്ടൻ എന്ത് പറയുന്നു? അമ്പലമുറ്റത്ത് നിറയെ കരക്കാര്, അറിഞ്ഞു തുള്ളുന്ന മേളം, പട്ടം കെട്ടിയ ആനകള്, പല്ലക്കില് കുഞ്ഞും വിനും. അയ്യോ, എനിക്കതൊന്ന് കണ്ടിട്ട് കണ്ണടച്ചാ മതിയായിരുന്നു.